അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പരിശുദ്ധ സഹോദര സഹോദരിമാരെ, ഞങ്ങളുടേതായി തിങ്ങളിൽ പല അനാചാരവും നടക്കുന്നത് നമുക്ക് കാണാൻ സാധ്യം. അതിലൊന്ന് ഇത്തിക്കറ് ഈദ് മീലാദ് ചൊന്തുള്ള ഒരു ആഘോഷം. ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തത്, അള്ളാഹും റസൂൽ പഠിപ്പാട്ടാത്ത ഒന്ന് ഇത്തിക്കറ് ഈദ് മീലാദ് ചൊന്തുള്ളത്. ഉസ്താദ്മാർ ಅದರ വിഷയത്തിൽ പല രൂപത്തിൽ ഇത്തിക്കർ ഞങ്ങൾ മുന്നോളൂ ഓരോ ദലീൽ കൊണ്ടത്. അങ്ങനെ ചൊല്ലി ഒന്നാമത്തെ വിഷയം ഇത്തിക്കർ ഫസ്റ്റ് ചൊല്ലത് ഇത് ബിദഅത്തുൻ ഹസന ഇത്തിക്കർ, ഹസനത്തായ ബിദഅത്ത്, നല്ല ബിദഅത്ത് ചൊന്ത ഇത്തിക്കർ അങ്ങനെ ചൊല്ലത്. ഹസനത്തുൻ ബിദഅത്തുൻ ഹസനത്തുൻ ചൊല്ലുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് കേൾക്കുമല്ലോ ഒന്നാമത്തെ വിഷയ ബിദഅത്ത് എന്ന് നിങ്ങൾ ഒരു പദ ചൊന്നപ്പമേ നിങ്ങൾക്ക് പിടിയായ ഒരു വിഷയത്തിക്കർ, ഖുർആനും ഹദീസും സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത വിഷയത്തിക്കർ, ഇത് അത് കൺഫേം ആയിട്ട് പിന്നെ നല്ലതാ ബെടുക്കുക, അത് പിന്നെ നോക്കാം. ഒന്നാമത്തെ വിഷയം ക്ലിയർ ആയിട്ട് അള്ളാഹുയുടെ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത, എന്നിട്ട് ഇത് ചൊന്നിൽ പിന്നെ ഇത്തിക്കർ ഓരോ സക്കാഫിമാറും മുസ്ലിയാക്കന്മാരും ഇങ്ങനെ പിന്നെ കൊമ്മേണ്ടത് ഇത്തിക്കർ ഖുർആനിൽ നിന്ന് താഴത്ത് ബിദഅത്തുൻ ഹസന ചൊന്നിൽ പിന്നെ ഖുർആൻ നിന്ന് തോടെ ഇത്തിക്കർ ദലീൽ കേൾക്കറ്. ഖുർആൻ്റെ ഒരു അമ്ര ഒരു കൽപ്പന ഇന്നെന്തായെങ്കിൽ അത് ബിദഅത്തുൻ ഹസന ചൊത്തുള്ള ഒരു ഹുക്കുമുക്ക് പോകണ്ട, അങ്ങനത്തെ ഒരു ഹുക്കുമുണ്ട. എന്തൈത്തിക്കറ സഹോദരന്മാരെ, ഉസ്താദ്മാർ ഇങ്ങനെ ആക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ഇങ്ങനെ ബിദഅത്താവരെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊല്ലുന്നത് അത് വാജിബാവണ്ടേ, അല്ലെങ്കിൽ ഇബാഹത്ത് കല്ല് നിങ്ങൾ ഹംലാക്കുകയില്ലേ? അവിടെ മനസ്സിലാക്കുന്നത് പച്ചക്കളവ ഇത്തിക്കറി ഉമ്മത്തിൻ്റെ മുന്നോള് ചൊന്നോത്തുള്ളത് നോക്കൊരു അങ്ങ് കൊമ്മേണ്ടതായ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്തിനെ വെച്ച് തങ്ങൾ കഷ്ടപ്പെട്ടത് വ്യാഖ്യാനിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐത്തിക്കർ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് അതിൻ്റെ ഖിലാഫുണ്ട് എന്തെങ്കിലും. റസൂൽ ഐത്തിക്കർ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു ആയത്തിൽ ചൊന്ന നബി ഐത്തിക്കർ റഹ്മത്ത് ചൊന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. മാത്ര ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കോರು ചൊന്നത് കൊണ്ടെത്തു ಅದರರ್ಥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ബർത്ത്ഡേ ആഘോഷിക്കുക ചൊന്തു എങ്ങനെ ദലീലെടുത്ത് നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഇത്തിക്കർ ദലീൽ കിട്ടിയത്? കാരണം ഈ ആയത്ത് അവതീർണായത് ഇന്നാലല്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹിലെ അവതീർണായത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പിടി വേണമല്ലേ? ഈ ആയത്ത് അവതീർണാകുമ്പോൾ സ്വഹാബത്തുണ്ടല്ലേ, ആ സ്വഹാബിമാർക്കും ഈ ആയത്ത് കിട്ടിയതല്ലേ, അപ്പോൾ അങ്കും ഈ വിഷയത്തിൽ ഇൽമുണ്ടല്ലേ. അങ്ങനെ അന്തായെങ്കിൽ സ്വഹാബിമാറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ഇത്തിക്കർ ഇതിൽ അമലാക്കിയത്? ഈ നീ ചൊല്ലുന്ന അമൽ എപ്പോൾ ഇത്തിക്കറാക്കിയത്? അതായത് ഈദ് മിലാദ് ആഘോഷിക്കോട് ചൊന്തു ഇതിൽ ദലീൽ കിട്ടു ചൊന്തു നീ ചൊല്ലതായ ആ ആരോപണ എപ്പോൾ ഇത്തിക്കർ സ്വാഭിമാറാക്കിയത് ഇല്ല. അപ്പം ഇത്തിക്കർ ഉസ്താദ്മാർ ചൊല്ലുന്നത് ഖുർആനിൽ ഒരു കിട്ടിയെന്തായെങ്കിൽ ഒരു വിഷയം കിട്ടിയെന്തായെങ്കിൽ ഇനി സ്വഹാബിമാർ അഞ്ഞെന്ന് നോക്കുകയില്ല. എന്തൊക്കെ ചൊല്ലത്? അങ്കു പെടിയുണ്ടു, ദലീലില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അവർ കണ്ട ദലീൽ കിട്ടുക സാധ്യമില്ല, പെടിയുണ്ടു. അതുകൊണ്ട് ഇത്തിക്കർ പല രൂപത്തിലും കുതന്ത്രാക്കിയിട്ട് ഈ ഉമ്മത്തിലെ തെരുത്തപ്പാട്ടം നോക്കിയോല്ലേ. അവിടെ മനസ്സിലാക്കുന്നത് ഈ ആയത്ത് അവതീർണായത് സ്വഹാബിമാർ ഇന്ന സന്ദർഭത്തിൽ എത്തിക്കറ്, റസൂൽಗೆ എത്തിക്കർ അവതീർണായത്. അവിടെ നമുക്ക് കേൾക്കില്ല അങ്ങ് എങ്ങനെ എത്തിക്കർ ഈ ആയത്തിനെ മനസ്സിലാക്കിയത്? അങ്ങ് മനസ്സിലാക്കിയത് ഈദ് മിലാദ് ആഘോഷിക്കണം തായെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ അത് കാണാത്ത നമുക്ക് കാണുക സാധ്യമില്ല. ഇത് എത്തിക്കർ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ഇത് മനസ്സിലാക്കില്ലേ, ഞങ്ങളെ വിശ്വാസ അത് സ്വഹാബിമാർ ഖുർആനും ഹദീസിലുള്ള വിശ്വാസ സ്വഹാബിമാർ മനസ്സിലാക്കിയവർ ഇന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഹിദായത്തിലാവാം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്നത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബി ഫഖദ് ഇഹ്തദൗ. യഹൂദിയും നസ്രാനിമാരും എല്ലാം മുശ്രിക്കുമാരും എല്ലാവരും അങ്ങനെ ഈമാൻ നിങ്ങളെ ഈമാൻ പോലെ ഇന്നെങ്കിൽ മാത്രമേ ഹിദായത്തിലാവാറ്. ആരെ ഈമാൻ പോലെ? സ്വഹാബിമാർ, റസൂലും സ്വഹാബിമാരും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക ഈ വിശ്വാസ സ്വഹാബിമാർക്കിಂತ ലൈലത്തുൽ ഖദ്റിനെ കാട്ടി ഖൈറായത് ഇത്തിക്കർ ഈദ് മിലാദ് ചൊന്തുള്ള വിശ്വാസം ಇಂತ. ഈ ആയത്തിൽ വെച്ചിട്ട് ഈദ് മിലാദ് ആഘോഷിക്കണം ചൊന്തുള്ള വിശ്വാസ സ്വാഭിമാർക്കിಂತ ഏത് തഫ്സീറിൽ നിന്ന് അതൊന്ന് കാട്ടുന്നു. അല്ലെങ്കിൽ ഈ ആയത്ത് വെച്ചിട്ട് സ്വഹാബിമാർ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായിമാർ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ആഘോഷിച്ചത് റബിയുൽ അവൽ 12 എല്ലാ വർഷം ആക്കിയതായ ഒരു ദലീൽ ഇല്ല. ഇനി അതെല്ലാം പോട്ടു ഈദ് മിലാദ് അതേ മുന്നോള് ജണ്ട് ഈദ് നിങ്ങൾക്ക് പിടിയുണ്ടല്ലേ, ഈദുൽ അദ്ഹം, ഈദുൽ ഫിത്തർ. ആ ജണ്ട് ഈദ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്തിനു കേട്ടെന്തായെങ്കിൽ ഇത് ചെറിയ ദർസ് പഠിക്കുന്ന മക്കളുടെ കേട്ടെന്തായെങ്കിൽ അങ്ങനെ ലിസ്റ്റ് തണ്ടാറ്. കുളിച്ചിട്ട് പോണു ചൊന്തും, ഡ്രസ്സിട്ട് നല്ല ഡ്രസ്സിട്ട് പോണു ചൊന്തും, സെൻറ്റിട്ട് പോണു ചൊന്തും, ഒരേ ഈദ് റസൂൽ തിന്നിട്ട് പോയി ചൊന്തും ഈത്ത പല എന്നിൽ തിന്നാത്ത് പോയി ചൊന്തും. അതേപോലെ രണ്ടാമത്തെ ഈദിൽ നിസ്കരിച്ചതല്ല വന്നിൽ പിന്നെ പല്ല് വന്ന് അർക്കോണു ചൊന്തുള്ളതും, നിസ്കാരത്തിൽ പല്ലി ഈദ്ഗക്ക് പോണു ചൊന്തുള്ളതും, നിസ്കാരത്തിൽ ഒരു 2 റക്കാത്ത് ചൊന്തും, ഒരു റക്കാത്തിലുള്ള തക്ബീർ എത്ര ചൊന്തും, രണ്ടാമത്തെ റക്കാത്തിലുള്ള തക്ബീർ എല്ലാം വിശദീകരിക്കണം.
ഇതെല്ലാം ഫിഖ് ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണുക സാധ്യ. അതേ ആൾമാരൊട്ടിക ഷാഫി മദ്ഹബരെ അംഗീകരിക്കരുതായ ഈ സമസ്ത ആൾമാരൊട്ടി കേൾക്കൂലത് ഏതെങ്കിലും ഒരു ഷാഫി ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഈദ് മിലാദുൽ ബാബു ഈദ് മിലാദാക്കുക ഒരു തെളിവ് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഫിഖ് ഗ്രന്ഥത്തിൽ ഒരു ജാഗത്തുമില്ലെന്നേ ഇന്നും അഹ്കാമത്ത് പാലനാക്കണം ചൊന്തും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഇങ്ങനെ ഇത്തിക്കര ഈദ് മിലാദ് 2 ജൻറക്കാത്ത് നിസ്കാര ചൊന്തും ഒരക്കാത്തിൽ ഇത്ര തക്ബീർ ചൊന്തും എന്തുമില്ല. എന്തുകൊണ്ട് കാണാൻ സാധ്യമില്ല? റസൂൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്വഹാബിമാർ ആക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് സ്വഹാബിമാർക്ക് ഇത് പിടിയില്ലെങ്കിൽ ഫിഖ് ഗ്രന്ഥത്തിലും കാണാത്ത ഇതിൻ്റെ മസാലല്ലോ അതില്ല. ഹദീസിൽ കാണാത്ത ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, സ്വഹാബിമാരുടെ ജീവനത്തിലുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദഅത്തിൽ നിന്ന് അങ്ങ് മുട്ടി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.